Hi dears, welcome to RKNX. ഞാൻ നിങ്ങളുടെ ASR Miss ആണ്. അപ്പോൾ മക്കളെ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 2 മാർക്ക് നേടിയാലോ? Categorize the given birth control methods into 3 groups with proper heads. അതായത് നമ്മളോട് ഈ പറയുന്നിരിക്കുന്ന കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് സെർവിക്കൽ ക്യാപ്സ്, വാസെക്ടമി, കോപ്പർ ട്യൂബെക്ടമി, ഡയഫ്രംസ്, കോണ്ടംസ്, ലിപ്പസ് ലൂപ്പ് എന്നിവയാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും 3 കാറ്റഗറീസ് ഏതൊക്കെയാണടാ? സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇല്ലേ? യെസ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉണ്ട്, IUD ഉണ്ട് അല്ലെ? IUD ഉണ്ട്, പിന്നെ എന്തുണ്ടടാ? ബാരിയർ മെത്തേഡ് ഉണ്ട് അല്ലെ? ബാരിയർ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്? ട്യൂബെക്ടമിയും അതുപോലെ തന്നെ ഏതാണ്? വാസെക്ടമിയും ആണ് കേട്ടോ. ട്യൂബെക്ടമി ആൻഡ് വാസെക്ടമി. ഓക്കെ, ട്യൂബെക്ടമി, വാസെക്ടമി. ഇനി IUD ഏതൊക്കെ വരുന്നുണ്ട്? IUD കോപ്പർ ടി വരുന്നുണ്ട്, ലിപ്പസ് ലൂപ്പ് വരുന്നുണ്ട് അല്ലെ? കോപ്പർ ടി ആൻഡ് ലിപ്പസ് ലൂപ്പ്, കോപ്പർ ടി ആൻഡ് ലിപ്പസ് ലൂപ്പ് വരുന്നുണ്ട്. ഇനി ബാരിയർ മെത്തേഡിൽ ഏതൊക്കെ വരുന്നുണ്ടടാ? സെർവിക്കൽ ക്യാപ്സ് വരുന്നുണ്ട്, ഡയഫ്രംസും കോണ്ടംസും വരുന്നുണ്ട് അല്ലെ? സെർവിക്കൽ ക്യാപ്സ് വരുന്നുണ്ട്, ഡയഫ്രംസ് വരുന്നുണ്ട് ആൻഡ് കോണ്ടംസ് വരുന്നുണ്ട്. ഓക്കെ, കോണ്ടംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിൾ മറക്കാതെ കമന്റ് ചെയ്യാം.